നമുക്ക് ആദ്യം ഈ മുട്ടയൊക്കെ ഒന്ന് പുറത്തെടുക്കാം. നമ്മളൊരു 1000 മുട്ടയാണ് ഇപ്പോൾ കറി വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ബോക്സിൽ 100 മുട്ടയാണ് വരുന്നത്. നമുക്ക് നമ്മൾ ആദ്യം മുട്ട ഒന്ന് പുറത്തെടുക്കാം. ചിലപ്പോൾ പൊട്ടിയതുണ്ടല്ലേ, മാറ്റാലോ. ഇത് ജീവനല്ല, നമ്മൾ വിരൽ വയ്ക്കുമ്പോഴേക്കുണ്ടോ ഇതുണ്ടോ ഒരെണ്ണം പൊട്ടിപ്പോയി. ഇതാ, ഇതൊക്കെ നമുക്ക് മാറ്റണം. നമുക്ക് കറിയിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇതാവും, ഒക്കെ കൂടി കലങ്ങി വരും. പൊട്ടി നമുക്കതിലിട്ടേക്കാം. നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. മതി. നമുക്ക് മുട്ട അടുപ്പത്ത് വയ്ക്കാം. കറക്റ്റല്ലേ? കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട മുട്ട പൊട്ടുന്നത് കുറയും. റെഡി. അടച്ച് വയ്ക്കാം. ഒന്ന് തിളക്കേണ്ട സാധനം പച്ചപ്പട്ടാണിയാണ്. നമുക്ക് ഇത് നമ്മൾ ഈ മുട്ടക്കറിയിൽ ചേർക്കേണ്ടത്. ഒരു 10-15 മിനിറ്റായി നമ്മൾ വെച്ചിട്ട് എന്തായാലും തിളയ്ക്കണ്ട്. ഒരു തിള തിളച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് വേകുന്ന സാധനമാണ്. ഇറക്കി വയ്ക്കാം. ഇറക്കിന്ന് ഒഴിച്ചെടുക്കണം വെള്ളമൊക്കെ. മൂടിയിട്ട് ചരിച്ചാൽ മുട്ട വെളിയിൽ ചാടില്ല. കാലിപ്പെട്ട അല്ലല്ലോ. നമുക്ക് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാം. നല്ല തണുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് തട്ടിയിട്ട് ഇതിന് മുകളിലൊരു പാടയുണ്ട്. ഈ പാട ഒന്ന് വിട്ടിറത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഇത് തൊലിച്ചെടുക്കാം. നമുക്ക് ഇതാണോ, സിമ്പിളായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. നമുക്കിനി കറി റെഡിയാക്കി എടുക്കാം. ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചേർക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടണം. പെട്ടെന്ന് ഉള്ളി ഒന്ന് ഇതായി കിട്ടും. ഇനി കുറച്ച് പച്ചമുളക് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ പച്ച പട്ടാണിയും കൂടി ഇട്ട് കൊടുത്താൽ അതും വേകും. വേട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു പരുവത്തിൽ വാടി വന്നിട്ടുണ്ട്. ഇതിനും കുറച്ച് വെളുത്തുള്ളി
കുറച്ച് ഇഞ്ചി അരച്ചത്, ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മളെ സംഭവങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളറും ഉണ്ടാവും, നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. ഒരല്പം മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഇച്ചിരി എരിവിനാണ്. ഇത് കുറച്ച് ഗരം മസാല, നമുക്ക് കൂടെ യോജിച്ചെടുക്കാൻ. ഇതിനകത്ത് കറിവേപ്പില കൊടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടിൻ്റെയൊക്കെ മണം മാറിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. വെള്ളം മതിയായാലും നമുക്ക്. ഓക്കെ, നമ്മളല്പം വെള്ളം കൂടുതലാണ് ഉപയോഗിച്ചത്. കാരണം നമ്മൾ കൊണ്ട് കൊടുക്കുന്ന സ്ഥലത്ത് ആൾ കൂടുതലുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കുള്ള ഗ്രേവി ആക്കിയാൽ തികയില്ല. ഓക്കെ, നമുക്ക് അടച്ച് വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായി തിളക്കുന്നുണ്ട്. നമുക്ക് ലേശം ഉപ്പുണ്ടോ നോക്കാം. ഇതിന് പോരാ, ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടതാണ്, ഉള്ളി വാട്ടുമ്പോൾ പോരാ. അത് ഒരല്പം കൂടി തിളക്കട്ടെ. ഈ പച്ചപ്പട്ടാണി ഒന്ന് നല്ലോണം വെന്തിട്ട് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം. ഒരു മുട്ട ഇട്ട് കൊടുക്കാം അതിനകത്ത്. ഇന്ന് കുറച്ച് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ശരിക്കും റെഡിയാവും. നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇടാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലിടാം. ഇത് ഇറക്കി വയ്ക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ.